അഡ്വക്കേറ്റ് ജി ആർ പത്മകുമാർ എന്തായാലും ഒരു വലിയ മത്സരത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്. ബി.ജെ.പി തിരുവനന്തപുരം പിടിക്കാൻ കച്ചകെട്ടി ബി.ജെ.പി ഒരുങ്ങുമ്പോൾ കേന്ദ്ര നേതാക്കളെ രംഗത്തിറക്കുമ്പോൾ അത് എത്രമാത്രം ഫലം കാണുമെന്നാണ് താങ്കൾ കരുതുന്നത്? തിരുവനന്തപുരം പിടിക്കുക എന്നത് മാത്രമല്ല, കേരളത്തിലെ 20 പാർലമെന്റ് നിയോജക മണ്ഡലത്തിലും ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തി 20 സീറ്റും പിടിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. പിന്നെ പ്രധാനപ്പെട്ട കഴിഞ്ഞ കാലങ്ങളിൽ കൂടുതൽ വോട്ട് നേടിയ മണ്ഡലങ്ങളിൽ ഇങ്ങനെ സ്വാഭാവികമായിട്ട് ചർച്ചയുണ്ടാകുന്നത് അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. 1 ലക്ഷം 2 ലക്ഷം വോട്ട് നേരത്തെ തന്നെ പിടിച്ച മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥികളെ പലരും പ്രചരിപ്പിക്കും, ഇങ്ങനെ പല ഊഹാപോഹങ്ങളും പറയുക സ്വാഭാവികമാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 20 മണ്ഡലങ്ങളിലും നല്ല സ്ഥാനാർത്ഥികളെ നിർത്തി 20 മണ്ഡലങ്ങളിലും ജയിപ്പിച്ച് കേന്ദ്രത്തിൽ ഇനി ഉണ്ടാകുന്ന NDAയുടെ 3ാമത്തെ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ നിന്ന് ബി.ജെ.പിക്ക് ശക്തമായ പ്രാതിനിധ്യം ഉണ്ടാകണമെന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അതായത് ദക്ഷിണേന്ത്യയിൽ സ്വാധീനം ഉറപ്പിക്കാൻ അല്ലെങ്കിൽ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ഒരു ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ബി.ജെ.പിയുടെ നടപടികൾ, അല്ലെ? ദക്ഷിണേന്ത്യയിൽ സ്വാധീനം ഉറപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദക്ഷിണേന്ത്യ ശക്തമായ സംഘടനാ പ്രവർത്തനമുള്ള മേഖലയാണ്. കർണാടകയായാല്, തമിഴ്നാടായാല്, കേരളമായാല്, മറ്റ് സംസ്ഥാനങ്ങളിലുമായി ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ ശക്തമായി ഭരണത്തിൽ, ഇപ്പൊ കർണാടകത്തിൽ ഭരണം പോയി എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ അവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനപിന്തുണയോ ഒന്നും കുറഞ്ഞിട്ടില്ലല്ലോ. അത് വോട്ട് കിട്ടുന്ന ആള് 36 വോട്ട് കിട്ടും, 35 ആള് പരാജയപ്പെടും, 36 കിട്ടിയ ആള് ജയിക്കും. അതുകൊണ്ട് 35 കിട്ടിയ ആളിന് സംഘടന ശക്തിയില്ല, ഇനി നാളെ ജയിക്കാൻ കഴിയില്ല എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ദക്ഷിണേന്ത്യയിലെ ശക്തമായ പ്രവർത്തനമാണ് മുന്നോട്ട് പോകുന്നത്. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. കേരളത്തിലും ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ചിട്ടയായ പ്രവർത്തനവും തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്.